ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മളിന്ന് കാസ്റ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ചെറുക്കനെന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ട നിൽപ്പുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാലടിക്കാനുള്ള ടൈം കിട്ടാറില്ല. നമ്മുടെ ജോലിയുടെ തിരക്കുകൊണ്ടാണ്. എന്തായാലും നമ്മൾ കിട്ടുന്ന ടൈമിലെല്ലാം ഇറങ്ങാറുണ്ട്. നമ്മൾ ഇന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ 3G ആയ ദിവസം ഇന്നാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാസ്റ്റിങ്ങിന് വന്നതിലേക്ക് ഏറ്റവും കൂടുതൽ 3G ആയ ദിവസം നമ്മളെ ഫ്രോഗ് ഇതാണ്. കറക്റ്റ് ഭയങ്കര റിസൾട്ടുള്ള ഫ്രോഗാണ്. ഉണ്ടെങ്കിൽ മേടിച്ച് കളക്ഷനിൽ വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും. എങ്ങനെയായാലും 2-3 കിലോ വരാൽ വരെ ഞാൻ ഇതിൽ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു വലുത് തന്നെ സൈസ് പിടിച്ച് കയറ്റിയിട്ടുണ്ട്. കറുപ്പിൽ ഒരു ഗ്രീൻ കളർ ലൈനുള്ളൊരു ഫ്രോഗാണ്, സ്പിന്നർ ഫ്രോഗാണ്. 180 രൂപയേ ഉള്ളൂ വില. അങ്ങനെ നമ്മൾ ഇട്ട് കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാസ്റ്റിംഗ് തുടങ്ങിയിട്ട് നമുക്ക് വലിയ സ്ട്രൈക്ക് ഒന്നും ഇവിടെ കിട്ടാറില്ല. ശരിക്കും ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ മീനിനെ പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടാറില്ല. കാര്യം ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, കുറച്ച് മുന്നേ ഇവിടെ ആരോ വന്ന് 2 ദിവസം മുന്നേ ഇവിടെ വന്ന് ഈ സൈഡ് മൊത്തം വീശുവല എറിഞ്ഞു എന്ന് പറഞ്ഞു. വീശുവല എറിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയം വീഴുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മീനുകളെല്ലാം കരയ്ക്ക് എടുക്കാൻ പാടാണ്, ഭയങ്കര പാടാണ്. അങ്ങനെ എല്ലാം നാല് വഴിക്ക് ഓടി. അങ്ങനെ നമ്മൾ അടുത്ത കാസ്റ്റിംഗ് തുടങ്ങി. കാസ്റ്റിംഗ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ചുറ്റും ഓടി നടന്നെറിഞ്ഞു പോകും, രക്ഷയില്ല. പക്ഷേ ഇന്ന് ദിവസം 3G എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞിട്ട് അടിച്ച മീനുകളെല്ലാം നമ്മുടെ കൈവിട്ട് പോയി. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കാസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത എറിയിൽ തന്നെ നമുക്കൊരു ഒറ്റ കപ്പായിരുന്നു. അതായത് അടിച്ച് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. ഹൂക്കപ്പ് കൊടുത്ത് എടുത്തു. അടുത്തെത്തിയതാണ്, പക്ഷേ അത് ഊരിപ്പോയി. സംഭവം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. കൈ കിട്ടിയ മീനായിരുന്നു, അത് പോയി. നമ്മളങ്ങനെ അടുത്തതിന് കാസ്റ്റ് ചെയ്തു. അടുത്തങ്ങനെ ആ സ്പോട്ട് മാറി അടുത്ത കാസ്റ്റ് ചെയ്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ആ പില്ലിൻ്റെ ഇടയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രോഗിനെ കയറ്റി പയ്യെ ഷെയ്ക്ക് ചെയ്ത് അതിനെ എടുത്തുകൊണ്ട് വന്നു. അടുത്തതും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയാണ് രണ്ടാമത്തെ അടി പൊട്ടിയത്. നമ്മൾ എങ്ങനെയെങ്കിലും കൊടുത്ത് കയറ്റാമെന്ന് കരുതി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ എറിഞ്ഞു നോക്കാമെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് വീണ്ടും കാണിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ എറിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ എറിഞ്ഞ് നമ്മൾ എറിയേണ്ട താമസം അതിൻ്റെ അടുത്തെത്തിയതും അടി പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. എന്തായാലും നമ്മൾ എറിഞ്ഞ് നോക്കി, അടി പൊട്ടി മീനെ ഹൂക്കായി മീൻ മുകളിലോട്ട് എടുത്തിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ വായി നൂരി ഈ പില്ലിൻ്റെ ഇടയിലൊന്ന് വീണു. എങ്ങനെയും കിട്ടിയ പില്ലിനിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഓടിച്ചെന്നു, പക്ഷേ ഒരു രക്ഷയില്ല. പില്ലിനിടെയൊക്കെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ആ ഗ്യാപ്പിൽ കൂടെ അത് വീണ ഉടനെ തന്നെ 2 പെടച്ചിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഊന്നങ്ങ് പോയി. എന്നാലും നമ്മൾ പ്രതീക്ഷ വിടാതെ പില്ലിൻ്റെ ഇടയിലേക്ക് ഒന്ന് തപ്പി നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല, കിട്ടിയില്ല. എന്ത് ചെയ്യാൻ എന്നറിയാൻ വയ്യ. 3G ആയെന്ന് പറഞ്ഞതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. 3ാമത്തെ മീനാണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നത്. വിഷമമെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു വിഷമമുള്ള ദിവസമില്ല. എന്തായാലും ഇതിന് പ്രതികാരം ഞാൻ ചെയ്യാതിരിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഫീലായി. ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും മീൻ മിസ്സാവുന്നത്. സംഭവം എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത്. നമ്മുടെ ഫ്രോഗിൻ്റെ ഹൂക്ക് കുറച്ച് പോയിരുന്നു. കാരണം വെച്ചാൽ ഇതിട്ട് ഞാൻ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഉടക്കുകയൊക്കെ ചെയ്ത്. സംഭവം സ്പിന്നർ ഫ്രോഗിൻ്റെ ചൂണ്ടയുടെ ഹൂക്ക് പോയിരുന്നു. ഞാനത് ശ്രദ്ധിക്കാതെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. എന്തായാലും കിട്ടിയത് ഭയങ്കര ഒരു പണിയായിപ്പോയി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിഷമത്തോടെ ലാസ്റ്റ് കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാരണം വെച്ചാൽ വേറെ ഫ്രോഗ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഈ സ്പിന്നറിലെ ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. സംഭവം എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇന്ന് എന്തായാലും ഫീലായിട്ടുള്ള ദിവസമാണ്. നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എറിഞ്ഞു നോക്കി, ചിലപ്പോൾ ഒരു പ്രതീക്ഷയിൽ അടിക്കണമെങ്കിലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നോക്കി. അപ്പോഴും നമുക്കൊരു ചെറിയൊരു വരാലിൻ്റെ സ്ട്രൈക്ക് കിട്ടി, അതും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. എന്തായാലും ഇന്ന് വലിയൊരു വിഷമമുള്ള ദിവസമാണ്. ഇതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടിയിട്ട് ഇടങ്ങുള്ളൂ. പിറ്റേ ദിവസം ഞാൻ എന്തായാലും ഇനി അടുത്ത ദിവസം നാളെ എന്നൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ 2 എണ്ണത്തിന് ഞാൻ എടുത്തിരിക്കും. അതെൻ്റെ റിവഞ്ചാണ്. നമ്മളങ്ങനെ ഇന്നത്തെ കാസ്റ്റിംഗ് എന്തായാലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.